ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 3ാം ക്ലാസ്സിലെ കണക്ക് മാത്സ് 5ാമത്തെ ചാപ്റ്ററിലെ ചാപ്റ്റർ നമ്പർ 5 ടൈം, നേരവും കാലവും എന്ന് പറയുന്ന പാഠത്തെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ നമ്മോട് പറഞ്ഞത് ഈ യാത്രയും അതിൻ്റെ സമയത്തെയും കുറിച്ചുള്ള ഭാഗമായിരുന്നു. ടീച്ചർ ഒരു ചാർട്ടൊക്കെ വരച്ച് നമുക്ക് ഈ ഭാഗമാണ് ഇന്നെടുത്തത്. കൂട്ടുകാർ ആ ക്ലാസ് നന്നായി കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇങ്ങനെ പട്ടിക തയ്യാറാക്കിയാണ് ടീച്ചർ അതിൻ്റെ സമയവും സന്ദർശന സമയവും എത്തിപ്പെട്ട സ്ഥലവും എത്താനെടുത്ത സമയവും ഒക്കെ വിശദമായിട്ട് നമുക്ക് വിവരിച്ചു തന്നിരുന്നത്. അതിനുശേഷം നമുക്ക് 2 വർക്കാണ് ഇന്ന് ഹോംവർക്കായിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ടീച്ചർ തന്നത്. അത് 1ാമത്തെ അസൈൻമെൻ്റ് ഇതായിരുന്നു, ആരാദ്യം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. മലയാളത്തിൽ നമുക്കിതിങ്ങനെ വായിക്കാം. ഈ ചിത്രം നോക്കുക. ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:30 പുറപ്പെട്ട് ആലപ്പുഴ വഴി എറണാകുളത്ത് 11:35 എത്തുന്നു. മറ്റൊരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെട്ട് കോട്ടയം വഴി രാത്രി 9:55 എറണാകുളത്ത് എത്തുന്നു. രണ്ടും എറണാകുളത്ത് തന്നെയാണ് എത്തുന്നത്, വ്യത്യസ്ത വഴിയിലാണ് എന്ന് മാത്രം. എന്നിട്ട് പറയുന്നത് ഓരോ ട്രെയിനും യാത്രക്ക് എത്ര സമയമെടുത്തു, സമയ വ്യത്യാസം എത്ര. ഈ 2 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിന്റെ ഇംഗ്ലീഷ് നമുക്കൊന്ന് നോക്കാം. ഹൂ ഈസ് ഫസ്റ്റ്, ആരാദ്യം എന്നാണ്. നോക്കൂ. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം തിരുവനന്തപുരം at 7:30 in the morning and reaches എറണാകുളം at 11:35 in the morning. Why Alappuzha? Another train starts from the Thiruvananthapuram 5 o'clock in the evening and reaches Ernakulam by Kottayam at 9:55 in the night. And the question, find the time taken by each train to travel from Thiruvananthapuram to Ernakulam. What is the difference in the time? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന വർക്ക്. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ആരാദ്യം എന്ന് പറയുന്ന ഈ വർക്കാണ്. ഒന്നൊരു വായിക്കാം. ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:30 പുറപ്പെട്ട് ആലപ്പുഴ വഴി എറണാകുളത്ത് 11:35 എത്തുന്നു. മറ്റൊരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 5 മണിക്ക് പുറപ്പെട്ട് കോട്ടയം വഴി 9:55 എറണാകുളത്ത് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ട്രെയിനും എത്ര സമയമെടുത്താണ് യാത്ര ചെയ്തത് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ട്രെയിന് 1 പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, ഇത് രണ്ടും നമുക്ക് എഴുതണം. നമുക്കതൊന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ ട്രെയിന് എന്നുള്ള കള്ളിയും അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, പുറപ്പെടുന്ന സമയവും, അത് എത്തുന്ന സമയവും, അതിന് എടുക്കുന്ന ടൈം ടേക്കൺ എടുക്കുന്ന സമയം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ട്രെയിനാണുള്ളത്. 1ാമത്തെ ട്രെയിന് ഒന്നാമത്തെ ട്രെയിനിന്റെ നമ്പർ 1 എന്ന് എഴുതാം. ആ 1ാമത്തെ ട്രെയിന് പുറപ്പെടുന്ന സമയം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എപ്പോഴാണ്? 7:30. ആ 7:30 നമുക്ക് ഇവിടെ എഴുതും. 7:30. അത് അത് എത്തുന്ന സമയം എപ്പോഴാണ്? 11:35. 11:35. ഇനി നമുക്ക് അറിയേണ്ടത് 7:30 സ്റ്റാർട്ട് ചെയ്ത 1ാമത്തെ ട്രെയിന് 11:35 ആകുമ്പം എറണാകുളത്ത് എത്താൻ, ആലപ്പുഴ വഴിയാണ് പോകുന്നത്, എറണാകുളത്ത് എത്താൻ എത്ര സമയം എടുക്കുന്നത്? അതിനാണ് ഞാൻ ഇവിടെ ക്ലോക്ക് വെച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മൾ ആദ്യം 7 മുതൽ 11 വരെയുള്ള സമയം എത്രയെന്ന് നോക്കാം അല്ലെ. 7 ഇതാ ഇവിടെ ഉണ്ട്. 7, 8, അപ്പൊ 1 മണിക്കൂർ അല്ലെ. ഇവിടെ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ. 7 നിന്നും 11 എത്തുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറാകും? 4 മണിക്കൂർ സമയമാകും. അപ്പൊ നമുക്ക് 4 മണിക്കൂർ എന്ന് ഇവിടെ എഴുതാം. 4 മണിക്കൂർ. അത് നമ്മൾ മണിക്കൂർ സമയമാണ് എടുത്തത്. ഇനിയും ബാക്കിയുണ്ടതിന്. ഇനി നമ്മൾ മിനിറ്റുകൾ നോക്കാം. മിനിറ്റ് 30 മുതൽ 35 വരെ മിനിറ്റാണ്. ഇതാ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സൂചി 6 വലിയ സൂചി 6 നിൽക്കുന്ന സമയത്താണ്. 6 5 മിനിറ്റ് മുന്നോട്ട് പോയാൽ 7 ആയിരിക്കും. അപ്പൊ 6 മുതൽ 7 വരെ മിനിറ്റ് സൂചി സഞ്ചരിക്കാൻ 5 മിനിറ്റ് വേണം. അപ്പൊ എത്ര മിനിറ്റ് വേണം? 30 മുതൽ 35 വരെ എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ്. 4 മണിക്കൂറും
5 മിനിറ്റും. അപ്പൊ ഒന്നാമത്തെ ട്രെയിന് എറണാകുളത്തെത്താൻ ആലപ്പുഴ വഴി പോകുമ്പോൾ എറണാകുളത്തെത്താൻ എത്ര സമയം വേണം? 4 മണിക്കൂറും 5 മിനിറ്റും. 4 മണിക്കൂറും 5 മിനിറ്റും. ക്ലിയർ ആണെന്നോ? 7:30 മുതൽ 11:35 വരെ 4 മണിക്കൂറും 5 മിനിറ്റും. ഇനി ട്രെയിൻ നമ്പർ 2, രണ്ടാമത്തെ ട്രെയിന്. നമുക്കതിവിടെ കുറച്ച് താഴെ രണ്ടാമത്തെ ട്രെയിൻ ഇടാം. രണ്ടാമത്തെ ട്രെയിന് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5 മണിക്കാണ് പുറപ്പെടുന്നത്. എത്ര മണിക്കാണ് പുറപ്പെടുന്നത്? 5 മണി. അപ്പൊ നമുക്കിവിടെ 5 മണി എന്ന് എഴുതാം. 5 മണി. അത് കോട്ടയം വഴിയാ പോകുന്നത്. ഇന്നലെ രാത്രി 9:55 എറണാകുളത്ത് എത്തുന്നത്. അപ്പൊ റീച്ച് എത്രയാണ്? 9:55. ഇനി അത് ടേക്കൺ ടൈം എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം മണിക്കൂർ നമുക്ക് നോക്കാം, എന്നിട്ട് മിനിറ്റ് നോക്കാം. ഇവിടെ 5 മണി മുതൽ 9 മണി വരെ എത്ര സമയം ഉണ്ട് നോക്കൂ. ഇവിടെ 5 മണി. 5 മണി മുതൽ 9 മണി വരെ എത്തണം. അപ്പൊ അവിടെ എത്രയാണ്? നമുക്ക് ഇനി നോക്കാം. 5 മുതൽ 6 വരെ 1 മണിക്കൂർ, 6 to 7 2 മണിക്കൂർ, 7 to 8 3 മണിക്കൂർ, 8 to 9 4 മണിക്കൂർ അല്ലെ. 5 മണി മുതൽ 9 മണി വരെ സമയം എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ 4 മണിക്കൂർ. നേരത്തെ എഴുതിയ പോലെ തന്നെ 4 മണിക്കൂർ. ക്ലിയർ? 4 മണിക്കൂർ, 4 hours. പിന്നെ എത്ര മിനിറ്റ്? 9:55 ചോദിക്കാറില്ല. 55 മിനിറ്റ് ഉണ്ടാവും. കാരണം ഇവിടെ മിനിറ്റ് ഒന്നും ഇല്ല അല്ലെ. അപ്പം എത്ര മിനിറ്റ് ഉണ്ട്? 55 മിനിറ്റ്. അപ്പം നമ്മൾ 4 മണിക്കൂറും 55 മിനിറ്റ്. നേരത്തെ 5 മിനിറ്റ് ആയിരുന്നു, ഇവിടെ 55 മിനിറ്റ്. നോക്കൂ. അപ്പോ ഒന്നാമത്തെ ട്രെയിന് 4 മണിക്കൂറും 5 മിനിറ്റും എടുത്തു തിരുവനന്തപുരത്തെത്താൻ ആലപ്പുഴ വഴി. രണ്ടാമത്തെ ട്രെയിന്, രണ്ടാമത്തെ തീവണ്ടി 4 മണിക്കൂറും 55 മിനിറ്റും എടുത്തു തിരുവനന്തപുരത്തെത്താൻ. അത് പോയത് കോട്ടയം വഴിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം സമയ വ്യത്യാസം എത്രയാണെന്നാണ്. സമയ വ്യത്യാസം എത്ര ഉണ്ടാകും? ഇവിടെ 4 മണിക്കൂറും 4 മണിക്കൂറും ക്ലിയർ ആണ്, രണ്ടും ഒരേ സമയമാണ്. ഇവിടെ 55 മിനിറ്റും ഉണ്ട്, ഇവിടെ 5 മിനിറ്റും ഉണ്ട്. 55 മിനിറ്റിൽ നിന്നും ഈ 5 മിനിറ്റ് കുറച്ചാൽ എത്ര മിനിറ്റ് ബാക്കി ഉണ്ടാകും? 50 മിനിറ്റ്. അപ്പൊ സമയ വ്യത്യാസം എത്രയായിരിക്കും? 50 മിനിറ്റ്. ഇതാ നമുക്ക് സമയ വ്യത്യാസം 50 മിനിറ്റ് എന്ന് എഴുതാം. ഇനി നോക്കൂ, ഏത് വഴി പോകുമ്പോഴാണ് കൂടുതൽ സമയമെടുക്കുന്നത്? കോട്ടയം വഴി പോകുമ്പോഴാണോ അതല്ല ആലപ്പുഴ വഴി പോകുമ്പോഴാണോ? ഒന്നാമത്തെ ട്രെയിന് ആലപ്പുഴ വഴി പോയപ്പോൾ 4 മണിക്കൂറും 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അതേ സമയത്ത് രണ്ടാമത്തെ ട്രെയിന് കോട്ടയം വഴി പോയപ്പോൾ 4 മണിക്കൂറും 55 മിനിറ്റ് എടുത്തു. അപ്പൊ ഏതാണ് സമയം കൂടുതൽ? കോട്ടയം വഴിയുള്ള യാത്രയാണ് സമയം കൂടുതൽ എടുക്കുന്നത്. 50 മിനിറ്റ് അധികമാണ് കോട്ടയം വഴി തിരുവനന്തപുരത്ത് എത്താൻ എടുത്തത്. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇതാണ് രണ്ടാമത്തെ വർക്ക്, ജോലി സമയം. ഒരേ ജോലി 3 പേർ പൂർത്തിയാക്കിയ സമയം വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞത്. ഒരേ ജോലി 3 പേർ പൂർത്തിയാക്കിയ സമയം വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞത്. ഇതാ ഈ താഴെ കാണുന്നതാണ് ഈ വർക്ക്. നോക്കൂ, 3 പേര് നിൽക്കുന്നുണ്ട് അല്ലെ. ഒരാള് ഞാൻ 8 മണിക്ക് തുടങ്ങി 9:40 ആയപ്പോഴേക്കും പൂർത്തിയാക്കി. ഒന്നാമത്തെ ആള് പറയാണ് ഞാൻ 8 മണിക്ക് തുടങ്ങി 9:40 ആയപ്പോഴും പൂർത്തിയാക്കി. രണ്ടാമത്തെ ആള് പറയുന്നത് ഞാൻ 110 മിനിറ്റ് എടുത്തു, ഒരു വർക്ക് പൂർത്തിയാക്കാൻ 110 മിനിറ്റ് എടുത്തു. മൂന്നാമത്തെ ആള് പറയുന്നത് 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവാണ് ഞാൻ വർക്ക് പൂർത്തിയാക്കിയപ്പോൾ. പെയിന്റ് അടിക്കുന്ന വർക്കായിരിക്കും, അതാണ് അവരങ്ങനെ പറയുന്നത്. ഓരോരുത്തരും എടുത്ത സമയമാണ്. നമ്മൾ ചോദിക്കുന്നത് കൂടുതൽ സമയം ജോലി ചെയ്തത് ആരാണ് എന്നാണ്. ഇതിന്റെ മലയാളമാണ്. ഇംഗ്ലീഷ് നോക്കാം. വർക്കിംഗ് ഹവേഴ്സ്. 3 persons mentioned the time taken by them to complete the same work in different ways. Okay, started my work at 8 and completed it by 9:40. 8 മണിക്ക് തുടങ്ങി 9:40 അവസാനിച്ചു. അടുത്തവൻ പറയുന്നത് I took 110 minutes. ഞാൻ 110 മിനിറ്റ് എടുത്തു. മൂന്നാമത്തവൻ പറഞ്ഞ I took 25 minutes less than 2 hours. 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവാണ്. ഇവിടെ ഫസ്റ്റിൽ ആള് പറഞ്ഞു ഇനി ഹൂ വർക്ക്ഡ് മോർ ടൈം, ആരാണ് കൂടുതൽ സമയം ജോലി ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കിത് ചെയ്തു നോക്കണം. ഇതാണ് ആ വർക്ക്. നമുക്ക് ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്നുകൂടി ഇത് വായിക്കുക. എന്നിട്ട് 3 പേരാണ് ഇവിടെ ഉള്ളത്. 3 പേരാണ് ഇവർ കണ്ടെത്തിയ രീതി. 3 പേരുടേത് നമുക്ക് ഇവിടെ എഴുതണം. ഒന്നാമന്റെ ജോലി സമയം, രണ്ടാമന്റെ ജോലി സമയം, മൂന്നാമന്റെ ജോലി സമയം എന്ന് പറഞ്ഞിട്ട് എഴുതണം. നമുക്കതെന്ന് ആദ്യം എഴുതി വെക്കാം. അപ്പൊ കൂട്ടുകാരെ നോക്കൂ, ഓരോരുത്തരും ജോലി ചെയ്ത സമയം ഇതാ ഇവിടെ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ക്ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒന്നാമൻ ജോലി ചെയ്ത സമയം 8 മണി മുതൽ 9:40 വരെയാണ് അല്ലെ. 8 മണിക്ക് തുടങ്ങി 9:40 അവസാനിച്ചു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 8 മണി മുതൽ 9 മണി വരെ എത്രയാണ് സമയം? 8 മുതൽ 9 മണി വരെ 1 മണിക്കൂറും 8 മുതൽ 9 വരെ 1 മണിക്കൂർ, പിന്നെ 40 അല്ലെ, പിന്നെ 40 മിനിറ്റുമാണ്. അപ്പൊ 1 മണിക്കൂറും 40 മിനിറ്റുമാണ് ഒന്നാമൻ ജോലി ചെയ്ത സമയം. 1 മണിക്കൂറും 40 മിനിറ്റും. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് സംശയത്തിനടവല്ല, പെട്ടെന്ന് കണ്ടെത്താം. 8 മണി മുതൽ 9 മണി വരെ 1 മണിക്കൂർ, പിന്നെ 40 മിനിറ്റും. ഇനി രണ്ടാമന് എടുത്ത സമയം 110 മിനിറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമൻ, ഇതാ രണ്ടാമന്റെ സമയം ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ടാമൻ അദ്ദേഹം എത്രയാണ് സമയം എടുത്തത്? 110 മിനിറ്റ് ആണ് എടുത്തത്. 110 മിനിറ്റിനെ നമ്മൾ ആ മിനിറ്റിലേക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 60 മിനിറ്റും 50 മിനിറ്റും ആയിട്ട് മാറ്റിയത്. നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റി എഴുതാൻ സൗകര്യത്തിനാണ് നമ്മൾ ചെയ്തത്. 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ, പിന്നെ അതിന് 110ലേക്ക് 60 കഴിഞ്ഞാൽ 50 കൂടി ഉണ്ടാവും, 50 മിനിറ്റും എഴുതി. അപ്പൊ അത് 60 മിനിറ്റും 50 മിനിറ്റും ആക്കി എഴുതി. ആ 60 മിനിറ്റിനെ വീണ്ടും നമ്മൾ 1 മണിക്കൂറാക്കി മാറ്റി. 1 മണിക്കൂറും 50 മിനിറ്റും. അപ്പൊ രണ്ടാമൻ ജോലി ചെയ്ത സമയം എത്രയാണ്? 1 മണിക്കൂറും 50 മിനിറ്റും. നമുക്ക് 1 മണിക്കൂറും 50 മിനിറ്റ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമൻ ജോലി ചെയ്ത സമയം 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവാണ്. ഇതാ മൂന്നാമത്തിന്റെ സമയം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവ്. അങ്ങനെ ആകുമ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണ്. നമ്മൾ സൗകര്യത്തിന് മിനിറ്റിലേക്ക് മാറ്റണം. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണ്. മൈനസ് 25 മിനിറ്റ് കുറവ്. അപ്പൊ 120 മിനിറ്റിൽ നിന്നും 25 മിനിറ്റ് കുറക്കണം. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? 120 നിന്നും 25 കുറച്ചാൽ 95 നമുക്ക് കിട്ടും. 95 മിനിറ്റ് കിട്ടും. 95 മിനിറ്റിനെ വീണ്ടും നമ്മൾ മിനിറ്റ് ആക്കി മാറ്റുമ്പം, അത് മണിക്കൂർ മിനിറ്റ് ആക്കി മാറ്റുമ്പോൾ 60 മിനിറ്റ് പ്ലസ് 35 മിനിറ്റ് 60 പ്ലസ് 35 ആയി മാറും. ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്നുകൂടി പറഞ്ഞുതരാം. 2 മണിക്കൂറിന് 25 മിനിറ്റ് കുറവ് എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറിന് നമ്മൾ 120 മിനിറ്റ്, അതിൽ നിന്നും 25 മിനിറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ 120 മൈനസ് 25 മിനിറ്റ് ആക്കി ഇടും. ആ മിനിറ്റ് നമ്മൾ ആകെ കുറക്കുമ്പോൾ 95 മിനിറ്റ് എന്ന് ഉത്തരം കിട്ടും. 95 മിനിറ്റിനെ നമുക്ക് ഇപ്പൊ ഇത്ര സമയമാണ് അവർ ജോലി ചെയ്തത്. ആ സമയത്ത് നമുക്ക് സൗകര്യത്തിന് വേണ്ടി 1 മണിക്കൂർ എന്നുള്ള മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 60 മിനിറ്റും 35 മിനിറ്റും എന്ന് കിട്ടും. 60 മിനിറ്റ് പ്ലസ് 35 മിനിറ്റ്, അതാണ് ഈ 95 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഈ 60 മിനിറ്റ് ആകട്ടെ 1 മണിക്കൂറാണ്, പ്ലസ് 35 മിനിറ്റ്, 1 മണിക്കൂറും 35 മിനിറ്റും. അപ്പൊ മൂന്നാമൻ ജോലി ചെയ്ത സമയം 1 മണിക്കൂറും 35 മിനിറ്റും. ഇപ്പൊ നമുക്ക് 3 പേരും ജോലി ചെയ്ത സമയം നമുക്ക് കൃത്യമായിട്ട് കിട്ടി. ഒന്നാമൻ 1 മണിക്കൂറും 40 മിനിറ്റും, രണ്ടാമൻ 1 മണിക്കൂറും 50 മിനിറ്റും, മൂന്നാമൻ 1 മണിക്കൂറും 35 മിനിറ്റും. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് കൂടുതൽ സമയം ജോലി ചെയ്തത് ആരാണ്? ആരായിരിക്കും ഇതിൽ കൂടുതൽ സമയം ജോലി ചെയ്തത്? ഒന്നാമന്റെ സമയമാണിത്, രണ്ടാമന്റെ സമയമാണിത്, മൂന്നാമന്റെ സമയമാണിത്. ആരായിരിക്കും? രണ്ടാമനായിരിക്കും അല്ലെ? 1 മണിക്കൂർ 50 മിനിറ്റിലും കൂടുതൽ, ബാക്കിയുള്ളതൊക്കെ കുറവല്ലേ? ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് രണ്ടാമനാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതണം കൂടുതൽ ജോലി ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമൻ എന്ന് നമുക്ക് ഈ ഭാഗത്ത് എഴുതണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇത് മിനിറ്റിലേക്ക് മാറ്റണം, മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിലേക്ക് മാറ്റിയാലേ നമ്മുടെ മണിക്കൂർ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കൂട്ടുകാർ ഇത് പല ആവർത്തി വായിച്ചാലേ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുകയുള്ളൂ. കൂട്ടുകാർക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഇന്നത്തെ 2 വർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾ സാവധാനം ഇതൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.